കള്ളന്മാരെവിടെ പോലീസ് എന്ന ചോദ്യമാണ് തലസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും സ്വരത്തിൽ ഉയരുന്നത്. മാസങ്ങളുടെ ഇടവേളയിൽ തിരുവനന്തപുരത്ത് അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന 2 മോഷണങ്ങളാണ്. പോലീസിനെ തന്നെ ഞെട്ടിച്ച ഈ 2 കേസുകളിലും അന്വേഷണം ഇപ്പോഴും പാതി വഴിയിലാണ്. ഒരു സൂചനയും കള്ളനെ കുറിച്ച് ലഭിച്ചിട്ടില്ല. ആദ്യത്തേത് കവടിയാറിൽ പരാതി ലഭിക്കാൻ വൈകിയതാണ് കാരണമായി പറയുന്നതെങ്കിൽ പാങ്ങോട് ആനക്കൊമ്പ് മോഷണ കേസിൽ സൈന്യത്തിന്റെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് അന്വേഷണം എഴുതാനുള്ള കാരണമായി പറയുന്നത്. എന്തായാലും വിശദീകരണങ്ങൾ പലതുണ്ട്, സാങ്കേതികത്വം പലതും പറയുന്നുണ്ട്. കള്ളന്മാർ ഈ കാലയളവിലൊക്കെ സുഖമായി വിഹരിക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിലെ മോഷ്ടാവാണെങ്കിലും, കവടിയാർ കൊട്ടാരം സ്വർണ്ണം കവർന്ന കള്ളനാണെങ്കിലും, ആനക്കൊമ്പ് കട്ടെടുത്ത ആളാണെങ്കിലും ഇപ്പോൾ പുറത്തുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ജിബിൻ ജെബി തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടിലേക്ക്. കള്ളന്മാരെവിടെ പോലീസ്? തിരുവനന്തപുരം നഗരത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ 2 മോഷണങ്ങൾ നടന്നിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് മോഷണം പോയ കേസിലും കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 2 കോടിയോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിലും ഇതുവരെയും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പുറത്തുനിന്നുള്ള ആരോ ഒരാൾ കൊട്ടാരത്തിലേക്ക് അതിക്രമിച്ചു കയറി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് പരാതി. പക്ഷേ ആരാണ് പുറത്തുനിന്ന് വന്നത്? അതോ അകത്തു നിന്നുള്ള ആരുടെയെങ്കിലും സഹായത്തോടു കൂടി പുറത്തു നിന്നുള്ള ഒരാൾ അകത്തേക്ക് വന്ന ഈ മോഷണം നടത്തിയതാണോ എന്ന് പോലും പോലീസിന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയാണ് പിന്നീട് പേരൂർക്കട പോലീസിന് കൈമാറുന്നത്. ഒടുവിൽ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കൊട്ടാരത്തിലേക്ക് നേരിട്ടെത്തി പരിശോധന നടത്തി. പക്ഷേ ആരാണ് മോഷ്ടിച്ചതെന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. 1929 അന്നത്തെ സർക്കാരാണ് 2 കോടിയോളം രൂപ വില വരുന്ന ആനക്കൊമ്പുകൾ സൈനിക ക്യാമ്പിന് നൽകിയത്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് ക്യാമ്പിന്റെ അകത്തേക്ക് കയറി മോഷണം നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ കള്ളൻ അകത്ത് തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് കേരള പോലീസ് എത്തിയത്. ക്യാമ്പിന്റെ അകത്തുള്ള കാട് നിറഞ്ഞ പ്രദേശത്ത് ആനക്കൊമ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. പക്ഷേ സൈനിക തലത്തിൽ നിന്ന് അനുമതി ലഭിക്കാത്തതുകൊണ്ട് അതും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ നടന്ന ഈ 2 മോഷണ കേസിലും പ്രതികളിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ജിബിൻ ജെബി, 24 തിരുവനന്തപുരം.